പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു ചടങ്ങിനും എന്നെ വിളിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ പോയതായിട്ടും എൻ്റെ ഓർമ്മയിലില്ല, പോയിട്ടുമില്ല എന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ ഇദ്ദേഹത്തെ കാണുകയോ അദ്ദേഹം എന്നെ കാണുകയോ എനിക്ക് പണം തരികയോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തികച്ചും അടിസ്ഥാനരഹിതമാണ്. എങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ പേര് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു പൈസ പോലും, പൈസ എന്നല്ല, ഇങ്ങനെ കണ്ടിട്ട് പോലുമില്ല സത്യം പറഞ്ഞു. വാസ്തവത്തിൽ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ പരിചയപ്പെടണോ എന്ന് ചോദിച്ചാലും സംശയമുണ്ട്. കാരണം എനിക്ക് സംശയം എന്ന് വെച്ചാൽ ഇദ്ദേഹം തൊടുപുഴ കൊടയത്തൂരുകാരനാണെന്ന്. അതിപ്പോൾ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹം കൊടയത്തൂരുകാരനാണെന്ന്. ഇനിയിപ്പോൾ അവിടെയൊക്കെ വെച്ച് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഞാൻ അടുത്ത് പരിചയപ്പെടുകയോ ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫേവർ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അത് എൻ്റെ അടുത്തും വന്നിട്ടില്ല. അപ്പോൾ എന്താണ് എൻ്റെ പേരിങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. തികച്ചും അടിസ്ഥാനരഹിതമാണ്, വളരെ നിർഭാഗ്യകരമാണ് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തുറന്നു പറയുന്നു, യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. നിയമ നടപടി സ്വീകരിക്കുമോ? അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല, ചിന്തിച്ചില്ല. അത് ആലോചിക്കട്ടെ, പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ടി വന്നാൽ അതിനി അദ്ദേഹം പറയട്ടെ. ഇതിപ്പോൾ ഇതുവരെ അദ്ദേഹം നേരിട്ട് എൻ്റെ പേര് പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ആരൊക്കെയോ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ചാനൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തെന്നാണ് പറയുന്നത്. എന്താ ഇതിൻ്റെ പേര്, അനന്തു കൃഷ്ണൻ അല്ലേ? അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ നേരിട്ട് പറയുകയാണ്, ഞാനിങ്ങനെ ഫ്രാൻസിസ് ജോർജിന് 10 ലക്ഷമോ എത്ര ലക്ഷമാണെങ്കിലും രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ ഞാൻ ബന്ധപ്പെട്ടില്ല. ഇതുവരെ എന്നെ പോലീസ് വിളിച്ചിട്ടില്ല, ആരും ബന്ധപ്പെട്ടില്ല. ആയിക്കോട്ടെ, എന്നെ ഇതുവരെ ആരും വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. ഞാനിന്ന് രാവിലെ ആണ് ഇങ്ങനൊരു വാർത്തയുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സ്നേഹിതം വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം തന്നെ ഞാൻ ബന്ധപ്പെട്ട 1-2 ചാനൽ സുഹൃത്തുക്കളെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവരവരുടെ ഓഫീസുകളിൽ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഔദ്യോഗികമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങളാരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അനൗദ്യോഗികമായി പോലീസ് സോഴ്സസിൽ നിന്ന് ആരൊക്കെയോ ഇങ്ങനെ കിട്ടിയ വിവരം ഇങ്ങനെ പുറത്തു വന്നു എന്നാണ് പറഞ്ഞത്. എന്തും ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഞാൻ എന്തെങ്കിലും എനിക്ക് തരുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്താണ് തുടർ നടപടി എന്നുള്ളത് ശരിക്കും. പക്ഷേ ഞാൻ വീണ്ടും തറപ്പിച്ച് പറയുന്നു, ഞാൻ ഈ മനുഷ്യനെ കാണുകയോ അദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം, ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കാര്യത്തിൽ 100% നിരപരാധിയാണ്. ഈ പാർട്ടി ഫണ്ടെന്നൊക്കെയുള്ള രീതിയിൽ പലർക്കും സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം. അതെനിക്കറിയില്ല. ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഒരു കാശ് പോലും അനന്തു കൃഷ്ണനിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ല. അനന്തു കൃഷ്ണനെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം, എന്നാലും പരിചയമില്ല. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് തനിക്കെതിരെ പ്രചരിക്കുന്നത്. തന്നെ അന്വേഷണ സംഘം ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് അക്കാര്യത്തെക്കുറിച്ച് താൻ ആലോചിച്ചിട്ടില്ല. വേണമെങ്കിൽ ഇനി പുതിയ വെളിപ്പെടുത്തലുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന്റെ മുറയ്ക്ക് നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി.